ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കഷണ ശരീരത്തിനെടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നവർ, അതിന് റിസൾട്ടിന് വേണ്ടി കിട്ടുമ്പോൾ അത് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, മനുഷ്യർ ഈ ഭൂമിയിലെ വിശ്വാസം നിലനിർത്തേണ്ട കാരണം നിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ച് സന്തോഷിക്കാനും സംതൃപ്തി അടയാനും വേണ്ടിയാണല്ലോ ഈശോയെ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ ആവതില്ലാത്തവരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പല കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന് അങ്ങനെ പ്രാർത്ഥനയുടെ അരിവ് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് പല ഉത്തരങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ് ചിന്തിച്ചിട്ട് പ്രാർത്ഥനയിൽ അവശത വന്നു പോയ പ്രയർ വീക്കായിപ്പോയ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഇപ്പോൾ സമർപ്പിക്കുന്ന കർത്താവ്, നീ എല്ലാം പൊറുക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ മുക്കിടമായ മരക്കുരിശായി നീ ഏറ്റുവാങ്ങിച്ചവനുമാണ് കർത്താവ്. എല്ലാം മനസ്സിലാക്കുന്ന കർത്താവ് നിൻ്റെ ശക്തി. കർത്താവ്, ആധ്യാത്മിക ജീവിതം, ശൈത്യമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ, മരവിച്ചു പോയ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ അങ്ങ് കർത്താവ് പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്തും കുഞ്ഞുങ്ങളുടെ പഠിക്കാത്തതിനെ ഓർത്തും മാതാപിതാക്കന്മാരെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കൾ തന്നെ അവരുടെ തലയിൽ കയറാത്ത കാരണം അവർക്കിനി പഠിക്കാനും പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യും അമ്മയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും പുസ്തകം വെച്ച് കരയുന്ന മക്കളെ കാണിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ബുദ്ധി അങ്ങ് സ്പർശിക്കണേ കർത്താവേ, അവിടെ പോരായ്മകൾ അങ്ങ് പരിഹരിക്കണേ കർത്താവേ. ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവേ. മാതാപിതാക്കന്മാർ മരിച്ചു പോയവരുണ്ടാവും. ആ മക്കൾ ആകസ്മികം കൊണ്ട്, അപകടം കൊണ്ട് അങ്ങനെയുള്ള മക്കളെല്ലാം ഇപ്പം ചേർത്ത് നിർത്തി അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവരുണ്ട്, ചെയ്യേണ്ട ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്, തിരികെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, വിവാഹ ജീവിതത്തിൽ അകന്ന് താമസിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാരുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് അകന്ന് താമസിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇങ്ങനെ മക്കളുടെ നിന്ന് ഒരു ഫോൺ വിളി പോലും കിട്ടാതിരിക്കുന്ന വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വെറുതെയാണെന്നും അന്ധമായ ബന്ധങ്ങളിൽ പോയി ചാരിട്ട് മക്കൾ മാതാപിതാക്കന്മാരോട് പൈശാചികമായി എതിർപ്പ് കാണിച്ചുകൊണ്ട് അവരവരുടെ വഴി പോവുകയും കുടുംബം കടത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കർത്താവ്, എല്ലാ സാഹചര്യങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് ഒരു സാഹചര്യം പോലും കർത്താവേ അങ്ങ് ഓവർലുക്ക് ചെയ്യാതെ അത് കർത്താവെ എല്ലാം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും.